ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അരുതേ റെസിപ്പീസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സദ്യയിലെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ക്യാരറ്റ്, കുമ്പളങ്ങ, മത്തങ്ങ, നേന്ത്രക്കായ, ചേന, മുരിങ്ങക്കായ, കൊത്തമര, പച്ചപ്പയർ, കോവക്കായ, ഇത്രയും പച്ചക്കറികൾ 1 ഇഞ്ച് നീളനെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഒരു കുണ്ടുള്ള ഒരു പാനിലേക്ക് നല്ലോണം കഴുകി വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വേവിക്കാം. നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു നാളികേരം ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു 8-10 ചെറുള്ളിയും ഒരു 6 പച്ചമുളക് നീളനെ ഉള്ള പച്ചമുളകാണ് എരിവുള്ളത്, അതുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ചെറുള്ളി നന്നാക്കി ഇത് ഇട്ട് കൊടുക്കുക. ഒരു 8-10 ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 6 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, എരിവുള്ള പച്ചമുളക്. ഇനി അതിലേക്ക് ഒരു 3/4 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. 2 ടീസ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്, അതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്ന് വെന്തു നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേവായി കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂണോളം തൈര് ഒന്ന് കലക്കിയെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചൊന്ന് അടച്ചൊന്ന് ആവി കയറ്റാം. അപ്പോൾ ഈ തൈരിൽ ഇരുന്നിട്ട് ഒന്നുകൂടി വെന്ത് കിട്ടും. അപ്പോൾ കഷ്ണത്തിലൊക്കെ പാകത്തിന് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചേന കഷ്ണം ഒന്ന് വെന്ത് നോക്കാം. അപ്പോൾ ചേന കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച നാളികേര കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് കഷ്ണാക്കി ഒന്ന് ഇങ്ങനെ നിരണ്ടിയിട്ട് കൊടുത്താൽ അത്രയും നല്ലത്. നമുക്ക് ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്കൊരു വാഴയുടെ ഇല കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് അടച്ചൊന്ന് വാഴയില ഇട്ടിട്ടൊന്ന് അടച്ചൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ അവിയലിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും അതുവരെ ഒരു മണവും ഉണ്ടാവും. അപ്പോൾ വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സദ്യയിലെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുമാതിരി ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.